അപ്പോഴേ പൊന്നൂസ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പം നമുക്ക് ഇന്നൊരു ട്രിപ്പ് പോയാലോ? ട്രിപ്പ് പോകുന്നത് എവിടെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മൾ ഈ റോഡിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കുക കേട്ടോ. ഇത് നമ്മൾ പോകുന്നത് ബൈപ്പാസ് റോഡിൽ കൂടെ കേട്ടോ. എന്ത് മനോഹരമായ റോഡാണെന്ന് നോക്കിയാൽ, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് ഈ റോഡ് ഇങ്ങനെയൊക്കെ ആക്കി തന്നതിന് നമുക്ക് സർക്കാരിനോടൊരു നന്ദി പറയാം അല്ലേ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ കൈകളിലായിരിക്കുന്നു. നമ്മൾ പോകുന്ന ഭാഗം നമ്മൾ തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുക. അപ്പം നമ്മുടെ റോഡിൻ്റെ ഭംഗി കണ്ട് നമ്മൾ ആസ്വദിച്ച് നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ പോകാൻ പോകുന്നത് കക്കാടംപൊയിലിലേക്കാണ് കേട്ടോ. അപ്പം നമ്മൾ കക്കാടംപൊയിലിലേക്ക് വന്നിരിക്കുന്നത് വടകര പേരാമ്പ്ര ബാലുശ്ശേരി വഴിയാണ് നമ്മൾ കക്കാടംപൊയിലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം കക്കാടംപൊയിലിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ചെറിയ വളവോട് കൂടിയ റോഡുകളാണ് കേട്ടോ. കാരണം നല്ല കാലാവസ്ഥയാണ്, പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നമുക്ക് എത്ര കണ്ടാലും മടുപ്പ് വരാത്ത ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം ഇവിടുത്തെ അന്തരീക്ഷവും വേറെ തന്നെയാണ്. നല്ല ഒരു തണുപ്പും ഒക്കെയുള്ള ഒരു സ്ഥലം കേട്ടോ. ഒരിക്കലെങ്കിലും കക്കാടംപൊയിൽ വന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണേ. കുട്ടികൾക്കൊക്കെ ലീവുള്ള ദിവസം അവരെ കൂട്ടിയൊക്കെ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. കക്കാടംപൊയിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ റോഡിൻ്റെ ഭംഗി കണ്ടോ നിങ്ങൾ? അപ്പുറത്തും ഇപ്പുറത്തും മരങ്ങളും നടുക്ക് റോഡും കൂടെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് പ്രത്യേക വൈബാണ് കേട്ടോ. ഈ ഒരു അന്തരീക്ഷത്തിൽ യാത്ര ചെയ്യുന്നത് കാരണം നല്ല മൂടലോടുകൂടിയ ഒരു കാലാവസ്ഥ, വെയിലും ഇല്ല പിന്നെ ഒന്നുമില്ല, നല്ല തണുപ്പാണ്. അപ്പോൾ ആ തണുപ്പൊക്കെ ആസ്വദിച്ച് നമുക്കിതിലേ പോകാൻ പറ്റും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ മുമ്പോട്ടേക്ക് പോവുകയാണ്. മുമ്പോട്ട് പോകുന്ന റോഡിൻ്റെ കാഴ്ചകൾ നിങ്ങളൊന്ന് കാണുക കേട്ടോ. എന്ത് മനോഹരമായിരിക്കുന്നു എന്ന് നോക്കിയേ. ആ റോഡിൽ കൂടെയുള്ള യാത്ര നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കുക കേട്ടോ. അത്രയും ഭംഗിയാണ് അതിലെ കൂടെ ആ കാഴ്ച ആസ്വദിച്ച് പോകാൻ വേണ്ടിയിട്ട്. നല്ല വളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്ത് ക്ഷമയോടെ ഡ്രൈവൊക്കെ ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ടും പോകാൻ വേണ്ടിയിട്ടും കേട്ടോ. കാരണം പിന്നെ മഴക്കാലമായതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ സൂക്ഷിക്കുക, അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഒരുപാട് വാഹനങ്ങളുണ്ട് കേട്ടോ. കാരണം ഒത്തിരി പേര് കക്കാടംപൊയിലിലേക്ക് വരുന്നവരുണ്ട്. യാത്ര അത്രയും നല്ല ഒരു യാത്രയാണ്, നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അത്രയും മനോഹരമായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ വളവുകളൊക്കെ കയറിയാണ് കക്കാടംപൊയിലിലേക്ക് പോകുന്നത്. ആ വളവിൻ്റെ സൈഡിലൊരു പള്ളിയുണ്ട് കേട്ടോ. അതിൻ്റെ ചുറ്റുമതിലാണ് ഈ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കക്കാടംപൊയിലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് കണ്ടോ, പള്ളി കാണുന്നുണ്ട് സൈഡിൽ കൂടെ. പള്ളിയുടെ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നിന്നിട്ട് ഓരോരുത്തർ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും പ്രകൃതി ഭംഗി ഉള്ള സ്ഥലമാണ് കക്കാടംപൊയിൽ എന്ന് പറയുന്നത്. അത് പിന്നെയും പറയാനില്ല. അങ്ങനെ ഞങ്ങൾ കക്കാടംപൊയിലിലേക്ക് എത്തിയിട്ടുണ്ട്. എത്തുമ്പോൾ തന്നെ ബാൻഡ് ഊതുന്ന ഒരു ചേട്ടനെ നമുക്കവിടെ കാണാൻ പറ്റി കേട്ടോ. പഴയ സിനിമകളിലെ പാട്ടുകളും പുതിയ സിനിമകളിലെ പാട്ടുകളൊക്കെ അയാൾ അവിടുന്ന് ഊതുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് പിന്നെ കുറച്ച് മുമ്പോട്ടേക്ക് നടന്നു കേട്ടോ. മുമ്പോട്ട് നടക്കുമ്പോൾ തന്നെ നല്ല പായസം ഉണ്ടായിരുന്നേ അവിടെ. അത് ലാസ്റ്റ് ഒരു ഗ്ലാസ് പായസം ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ വാങ്ങിക്കഴിച്ചു. എന്നിട്ട് നമ്മൾ വീണ്ടും പിന്നെ മുമ്പോട്ടേക്ക് പോയി കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട്, ഒരുപാട് വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ കണ്ടോ പാറമടകളും പിന്നെ അങ്ങനെ നടന്നു പോകുന്നവരെയൊക്കെ കണ്ടോ. അങ്ങോട്ട് നടന്നൊക്കെ നമുക്ക് പോയി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ഉചിതം പോലെ ചെയ്യാൻ പറ്റുമേ. പിന്നെ ഒരു ചെറിയ കുളം പോലത്തെ ഒക്കെ ഉണ്ട് അവിടെ. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ചുറ്റിലും വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്റ്റേ ചെയ്യാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഒരു ദിവസം പോയി സ്റ്റേ ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. പിന്നെ എനിക്ക് ഒരു വിയോജിപ്പ് വന്നത് എന്താണെന്ന് വെച്ചാൽ ആ പാറക്കെട്ടിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ സൂക്ഷിക്കുക. കാരണം മഴക്കാലമാണ്, വഴുതിപ്പോയാൽ എല്ലാം പോവും. പിന്നെ മോള് കണ്ടോ താഴെ പോയിട്ട് നോക്കുന്ന അവിടെ ഒരു കുളം പോലത്തെ ഉള്ളത് അവൾ പറഞ്ഞില്ലായിരുന്നു. അത് നോക്കുന്നൊരു ഭാഗമാണ് ആ കാണുന്നത് കേട്ടോ. അവിടെ നിന്ന് ഡാൻസ് കളിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പം നമുക്കിതിലേ കൂടെ പോയി അങ്ങോട്ട് നടന്ന് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. റെയിൻ കോട്ടൊക്കെ ഇടണം, കുട കരുതണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലേ നനഞ്ഞു പോവേ. അപ്പം
മോളവിടുന്ന് ഡാൻസൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ മോളോട് പറയുന്നുണ്ട് കേട്ടോ മുമ്പോട്ടേക്ക് പോകണ്ടെന്നൊക്കെ, കാരണം അവൾ തണുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മുമ്പോട്ടേക്ക് പോകുമ്പോൾ തന്നെ അങ്ങനെ ആ കുളം പോലത്തെ അവിടെ കണ്ടോണ്ടാണ് കേട്ടോ പോകണ്ടെന്ന് പറഞ്ഞാൽ. പിന്നെ മലമുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അവിടുന്ന്. അതിലൊക്കെ കോട ഇങ്ങനെ അതിലൂടെയൊക്കെ ഇറങ്ങി വരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. നിറയെ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കക്കാടംപൊയിൽ എല്ലാവരും പോയി കാണുക. പോകാൻ പറ്റാത്തവരൊക്കെ പോയി കാണണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ.